ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. നമുക്ക് ആ എക്സസൈസിലെ ബാക്കി ക്വസ്റ്റ്യൻസ് മെട്രിക്സിലെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റേ ഏതാണ് ട്രാൻസ്പോസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ട്രാൻസ്പോസ് പഠിച്ചു, അതിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, 4 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചായിരുന്നു. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതില് നിങ്ങളുടെ എക്സസൈസ് എടുക്കുക. ആ എക്സസൈസിലെ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ആ എക്സസൈസ് എടുത്ത എല്ലാവരും അതിൽ നമ്മള് 5 ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. 5 ക്വസ്റ്റ്യൻ. 6ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കല്ലേ. ആറാമത്തെ ക്വസ്റ്റ്യൻ എ ഈക്വൽ ടു, അതിൽ ഒന്നാമത്തതില് എ ഈക്വൽ ടു തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇതാണ് ഏത് തന്നിട്ടുള്ളത്. വെരിഫൈ ദാറ്റ് എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈക്വൽ ടു ഐ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. വെരിഫൈ ചെയ്യാനാണ് നോക്കേണ്ടത് ഇത് ശരിയാണോ. എ ട്രാൻസ്പോസ് ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ ഐ എന്തായിരുന്നു നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് എ തന്നിട്ടുണ്ട് ഓൾറെഡി. എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിനടുത്ത് ഞാൻ ഫസ്റ്റ് റോ ആക്കി കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ. അടുത്ത സെക്കൻഡ് കോളത്തിനടുത്ത് സെക്കൻഡ് റോ ആക്കി സൈൻ ആൽഫ കോസ് ആൽഫ. ഇനി എ ട്രാൻസ്പോസ് ഇൻറ്റു എ കണ്ടുപിടിക്കുക. പ്രോഡക്റ്റ് എടുക്കും. തിരിഞ്ഞു പോയത് എടുക്കുമ്പോൾ എ ട്രാൻസ്പോസ് ഇൻറ്റു എ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ ഇൻറ്റു എ എന്തായിരുന്നു കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇനി പ്രോഡക്റ്റ് എടുക്കും. പ്രോഡക്റ്റ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ. മൈനസും പ്ലസ് ആവും. സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ എന്തായി മാറും? സൈൻ സ്ക്വയർ ആൽഫ. അടുത്തത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ കോസ് ആൽഫ സൈൻ ആൽഫ പ്ലസ് മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. അപ്പൊ കോസ് ആൽഫ സൈൻ ആൽഫ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുന്നേ. മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ. ഇനി അടുത്തത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. അടുത്തത് കോസ് ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. അടുത്തത് സെക്കൻഡ് റോ സെക്കൻഡ് കോളം. സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ. അപ്പൊ നോക്കിയേ, കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? 1 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പൊ ഇവിടെ 1 വരും, ഇവിടെയും 1 വരും. ഇനി അടുത്തത് ഇത് രണ്ട് സെയിം ആയിട്ടുള്ളത് കട്ട് ചെയ്ത് 0 വരും. ഇത് രണ്ട് സെയിം ആയിട്ടുള്ളത് കട്ട് ചെയ്ത് 0 വരും. അപ്പൊ 1 0 0 1. എന്താണ് 1 0 0 1 എന്ന് പറയുന്നത്? നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 1 0 0 1 എന്നിട്ട് 1 0 0 1. ഇത് നമ്മുടെ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആണ്. അപ്പൊ ഐഡന്റിറ്റി മെട്രിക്സ് അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. രണ്ടാമത്തത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അടുത്ത ഹെഡിങ് കൊടുക്കുക സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. ഹെഡിങ് കൊടുക്കുക സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. Symmetric and skew symmetric matrices. Symmetric and skew symmetric matrices. Our matrix is on A equal to 2 1 3 1 4 5 3 5 6. അപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. 2 1 3 1 4 5 3 5 6. ഞാൻ പറയാണ് നിങ്ങൾ എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പറയാണ്. നിങ്ങൾ എന്താ കണ്ടുപിടിക്കാൻ പറയാണ്? എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പൊ കണ്ടുപിടിച്ച് നോക്കി. ഫസ്റ്റ് കോളത്തിനടുത്ത് ഫസ്റ്റ് റോയിലാക്കി. ഏതാണ്? 2 1 3 2 1 3. സെക്കൻഡ് കോളത്തിനടുത്ത് സെക്കൻഡ് റോയിലാക്കി 1 4 5. തേർഡ് കോളത്തിനടുത്ത് തേർഡ് റോ ആക്കി 3 5 6 ട്രാൻസ്പോസ് കിട്ടി.
ഇനി ഇത് രണ്ടും നോക്കിക്കേ, എന്തേലും പ്രശ്നമുണ്ടോ? 213 213 145 145 356 356 കൊള്ളാല്ലേ? അപ്പൊ ട്രാൻസ്പോസ് എടുത്തപ്പോ നമുക്ക് എന്ത് തന്നെ കിട്ടി? സെയിം മെട്രിക്സ് തന്നെ കിട്ടി. അതായത് എ ട്രാൻസ്പോസ് എടുത്തപ്പോഴും നമുക്ക് എന്ത് തന്നെയാണ് കിട്ടിയത്? എ തന്നെയാണ് കിട്ടിയത്. അപ്പോ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ മെട്രിക്സ് തന്നെ കിട്ടുവാണ്. അങ്ങനത്തെ മെട്രിക്സിനെ പറയുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സ്. അങ്ങനത്തെ മെട്രിക്സിനെ പറയുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സസ്. സിമെട്രിക് മെട്രിക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സ് ഉണ്ട്, അതിന്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടും, സെയിം മെട്രിക്സ് തന്നെ കിട്ടും. അങ്ങനത്തെ മെട്രിക്സിനെ പറയുന്നവരാണെന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ്. ഇപ്പൊ നോട്ട് ചെയ്യുക, എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? എ തന്നെ കിട്ടും. അങ്ങനത്തെ മെട്രിക്സിനെ പറയുന്നവരാണെന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സസ്. ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് ഞാനൊരു മെട്രിക്സ് പറയുവാണ്. എ ഈക്വൽ ടു 0 2 -3 -2 0 4 3 -4 0. ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് കണ്ടുപിടിക്കുന്നത് എ ട്രാൻസ്പോസ്. ഫസ്റ്റ് കോളത്തിനടുത്ത് ഫസ്റ്റ് റോ ആക്കി 0 -2 3. സെക്കൻഡ് കോളത്തിനടുത്ത് സെക്കൻഡ് റോ ആക്കി 2 0 -4. തേർഡ് കോളത്തിനടുത്ത് തേർഡ് റോ ആക്കി -3 4 0. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈനസ് പുറത്തെടുത്തു. എല്ലാത്തിനും ഇവിടെ എല്ലാത്തിനും ഞാൻ എന്ത് പുറത്തെടുത്തു? ഒരു മൈനസ് പുറത്തെടുത്തു. 0 എന്ന് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 0 തന്നെയാണ്. -2 എന്ന് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2. 3 എന്ന് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും? -3 ആയി മാറും. 2 എന്ന് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ -2. ഇത് 0. -4 എന്ന് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 4. -3 എന്ന് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 3. 4 എന്ന് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ -4. 0 എന്ന് മൈനസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 0. ഇനി നോക്കി, മൈനസ് ഒഴിവാക്കിയിട്ട് നോക്കി, ഇതും സെയിം അല്ലേ? ഈ ഏതന്നല്ലേ ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ നോക്കി എന്താണ് നമുക്ക് കിട്ടിയത്? എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ന് കിട്ടി നമുക്ക് മൈനസ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു ആണെങ്കിൽ സിമെട്രിക് മെട്രിക്സ്, എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു -a ആണെങ്കിൽ അതിനെ പറയുന്നവരാണെന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഒരു മൈനസും കൂടെ വരും അവിടെ എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്ന് നോട്ട് ചെയ്യുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. ഇതിൽ എപ്പോഴും സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതൊന്ന് നോട്ട് ചെയ്യല്ലേ. നോക്കിയേ, ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സിമെട്രിക് മെട്രിക്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇതൊരു സിമെട്രിക് മെട്രിക്സ് അല്ലേ? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് അല്ലേ? ഈ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കിയേ. നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ ആ സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്? ഒരു പ്രത്യേകത ഉണ്ട്. ഡയഗണൽ എലമെന്റ്സ് നോക്കി, എപ്പോഴും ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എപ്പോഴും ഡയഗണൽ എലമെന്റ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഏത് മെട്രിക്സില്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ നോട്ട് ചെയ്യാം എല്ലാവരും. Elements in the main diagonal of skew symmetric matrix are all 0. Elements in the main diagonal of a skew symmetric matrix are all 0. എല്ലാം 0 ആയിരിക്കും. ഇനി ഒരേ സമയത്ത് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും മെട്രിക്സ് ആയിട്ടുള്ള ഏതാണ് ആ മെട്രിക്സ്? ഒന്ന് ചിന്തിക്കുക, ആൻസർ ഹോംവർക്ക് ആയിട്ട് പറയും. ഒരേ സമയം സിമെട്രിക്കുമാണ് സ്ക്യൂ സിമെട്രിക്കുമാണ്. അതായത് എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ എ ആണ്, എ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ -a ആണ്. ഏതാണ് ആ മെട്രിക്സ്? ഹോംവർക്ക് ആണ്. ഒന്ന് ആലോചിച്ചിട്ട് പറയാം. നോക്കട്ടെ മെടുക്കന്മാർ എത്ര പേരുണ്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയാം. വേറെ എടുത്ത് റെഫർ ചെയ്യരുത്, തനിയെ ഒന്ന് ആലോചിച്ച് പറയാം. ദ സെയിം ടൈം എ മെട്രിക്സ് ഈസ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. വിച്ച് ഈസ് ദാറ്റ് മെട്രിക്സ്? ഏതാണ് ആ മെട്രിക്സ്? എന്താണ് ആ മെട്രിക്സിന്റെ പേര്? അപ്പോ അത് ഹോംവർക്ക് ആയിട്ട് നിങ്ങളൊന്ന് പറയുക. അടുത്തത് അപ്പൊ നിങ്ങൾ എക്സസൈസ് ലോസ് ഉണ്ട്. എക്സസൈസ് ലോസ് ഉണ്ട്.
6 വരെ ചെയ്തു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യത്തത് സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ എ ട്രാൻസ്പോസ് എടുക്കുക, തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക, എ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ അത് സിമെട്രിക് ആവും. ഇപ്പൊ എ ട്രാൻസ്പോസ് എടുത്ത് നോക്കുക, എ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അത് സിമെട്രിക് ആണ്. അപ്പൊ ഒന്ന് ട്രാൻസ്പോസ് എടുത്ത് നോക്കുക, തന്നിരിക്കുന്ന ഹോംവർക്ക് ആയിട്ട് ചെയ്യും. സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത് അതില് രണ്ടാമത്തത് സ്ക്യൂ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അപ്പൊ എ ട്രാൻസ്പോസ് എടുക്കുക, തന്നിരിക്കുന്ന ഒരു എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ട്രാൻസ്പോസ് എടുക്കുക, അപ്പൊ അത് മൈനസ് എ എന്ന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ടെങ്കിൽ സ്ക്യൂ സിമെട്രിക് ആണ്. അതും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇനി അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കല്ലേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എ തന്നിട്ടുണ്ട് 1 5 6 7. Verify that A plus A transpose is a symmetric matrix. A plus A transpose സിമെട്രിക് ആണെന്ന്. അപ്പൊ നിങ്ങൾ ആദ്യം A transpose കണ്ടുപിടിക്കുക. 1 6 5 7. A plus A transpose കണ്ടുപിടിച്ചു. A plus A transpose എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് എ 1 1 2 5 6 11 6 5 11 7 7 14. ഇനി ഒന്ന് നമുക്ക് ഇത് സിമെട്രിക് ആണോ എന്ന് നോക്കാനായിട്ട് ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കും. എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കും. അപ്പൊ എന്ത് വരും? 2 11 2 11 11 14 11 14. ഓക്കെ, ഇത് രണ്ട് സെയിം അല്ലേ? രണ്ട് സെയിം അല്ലേ എന്ന് പറയുന്നത് ആണ്. അപ്പൊ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് തന്നെയാണ്, സിമെട്രിക് തന്നെയാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കുക. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണോ എന്നാണ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നിങ്ങൾ എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും, എന്നിട്ട് എ പ്ലസ് എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കും. അപ്പൊ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇത് സിമെട്രിക് ആണോ എന്ന് അറിയാനായിട്ട് ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കും. ഇത് സിമെട്രിക് ആണോ എന്ന് അറിയാൻ ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കും. അപ്പൊ ഇത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. എ സിമെട്രിക് ആവാനായിട്ട് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആവാനായിട്ട് എ പ്ലസ് എ ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടണം? എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെ കിട്ടണം. നമ്മള് എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആവാനായിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുത്ത് നോക്കും. അപ്പൊ നമുക്ക് അത് തന്നെ കിട്ടണം, എ പ്ലസ് എ ട്രാൻസ്പോസ് തന്നെ കിട്ടണം. ഇപ്പോ ബി പ്ലസ് ബി ട്രാൻസ്പോസ് ഇത് സിമെട്രിക് ആണോ എന്ന് അറിയാനായിട്ട് ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കും. അപ്പൊ അത് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അങ്ങനെ വേണം അത് ചെയ്യാനായിട്ട്. ഇത് കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? അപ്പൊ ആ രീതിയിൽ ചെയ്യും. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഇനി അതേപോലെ രണ്ടാമത്തത് ഹോംവർക്ക് ആയിട്ട് ചെയ്യും. എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് നോക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ഇത് കണ്ടുപിടിക്കും, എന്നിട്ട് ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കും. അപ്പൊ മൈനസ് ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ വന്നാലല്ലേ സ്ക്യൂ സിമെട്രിക് ആവുള്ളൂ. അതുപോലെ ഈ ഒരു എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് അറിയാനായിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നുണ്ട്. അപ്പൊ മൈനസ് ഓഫ് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഒന്ന് ചെയ്ത് നോക്കാം, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ പാർട്ടിൽ ഇത്രയും ക്വസ്റ്റ്യൻ ആണ്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ നോട്ട് ചെയ്യല്ലേ.